ലൈംഗിക പീഡന കേസിൽ പ്രതിയായ പാലക്കാട്ടെ കോൺഗ്രസ് കൗൺസിലർ പ്രശോഭ് വത്സൻ റിമാൻഡിൽ 14 ദിവസത്തേക്കാണ് റിമാൻഡ്. തെളിവെടുപ്പിനായി പ്രശോഭിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. ഇന്ന് ഉച്ചയോടെയാണ് പ്രശോഭ് പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയത്. ദളിത് യുവതിയെ ജോലി വാഗ്ദാനം ചെയ്ത് പരിചയപ്പെട്ട ശേഷം പീഡിപ്പിച്ചുവെന്നായിരുന്നു പ്രശോഭിനെതിരായ പരാതി. മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതോടെയാണ് കീഴടങ്ങൽ. ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി പാലക്കാട്ട് നിന്ന് ചേരുന്നുണ്ട്. ഇക്ബാൽ, കഴിഞ്ഞ 2 മാസമായി 60 ദിവസമായി ഒളിവിലായിരുന്നു. പോലീസ് പലതരത്തിൽ വലവിരിച്ചു, പക്ഷേ കിട്ടിയില്ല. ഇന്ന് കീഴടങ്ങി ഇക്ബാൽ. ജോലി വാഗ്ദാനം ചെയ്ത് പരിചയപ്പെട്ട ശേഷം താമസ സ്ഥലത്തേക്ക് അതിക്രമിച്ച് കയറി പാലക്കാട് കോൺഗ്രസ് കൗൺസിലറായിട്ടുള്ള പ്രശോഭ് തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് 2 മാസം മുമ്പാണ് ദളിത് യുവതി റിപ്പോർട്ടിലൂടെ വെളിപ്പെടുത്തിയത്. പിന്നാലെ തന്നെ മുഖ്യമന്ത്രിക്കും പാലക്കാട് ജില്ലാ പോലീസ് മേധാവിക്കും യുവതി നൽകിയ പരാതിയെ തുടർന്ന് പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് പ്രശോഭിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ ഒളിവിൽ പോയ പ്രശോഭ് പിന്നീട് മണ്ണാർക്കാട് കോടതിയിൽ ആദ്യം ജാമ്യം തേടി സമീപിച്ചെങ്കിലും കോടതി ജാമ്യാപേക്ഷ തള്ളി. പിന്നാലെയാണ് ഹൈക്കോടതിയെയും പ്രശോഭ് ജാമ്യം തേടി സമീപിച്ചത്. ഇന്നലെ ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടുകൂടി പ്രശോഭ് ഇന്ന് ഉച്ചയോടുകൂടി പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി കീഴടങ്ങുകയായിരുന്നു. സുഹൃത്തുക്കൾക്കൊപ്പമാണ് പ്രശോഭ് പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി കീഴടങ്ങിയത്. വൈദ്യ പരിശോധന ഉൾപ്പെടെ പൂർത്തീകരിച്ച് ഇപ്പോൾ പ്രശോഭിനെ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. 14 ദിവസത്തേക്കാണ് ഇപ്പോൾ പ്രശോഭിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. പ്രശോഭിനെ കസ്റ്റഡിയിൽ എടുത്ത് തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികൾക്ക് കടക്കാനാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. മാത്രമല്ല, എവിടെയായിരുന്നു ഒളിവിൽ പ്രശോഭ് കഴിഞ്ഞിരുന്നത്, മാത്രമല്ല ആരുടെ സഹായത്തിലാണ് ഇത്രയും ദിവസം പ്രശോഭ് ഒളിവിൽ കഴിഞ്ഞതെന്നുൾപ്പെടെ കണ്ടെത്താനുള്ള നീക്കത്തിലേക്കും പോലീസ് സംഘം കടന്നിരിക്കുകയാണ്. കാരണം ഈ ദളിത് യുവതി പരാതി നൽകിയതിനെ തുടർന്ന് മാർച്ച് 28-നാണ് പോലീസ് പ്രശോഭിനെതിരെ കേസെടുത്തത്. 2 മാസമായി പ്രശോഭിനെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പടക്കം നടത്താനുള്ള നീക്കം ഇനി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവും. ഇക്ബാൽ അറക്കൽ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.